പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലായിരുന്നു എങ്കിലും ദൈവം നമ്മെ അതാത് സ്ഥാനങ്ങളിൽ സൂക്ഷിച്ചു. ചുരുക്കമായിരുന്നു എങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനത്തോടുള്ളത്തിൽ അല്പമായി ചിന്തിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ മുഖാന്തരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരിക്കലും നമുക്ക് നഷ്ടത്തിന് കാരണമാകുകയില്ല എന്നുള്ളത് വളരെ വളരെ വസ്തുതയായിട്ടും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ആ നിലയിൽ അല്പം ചില നിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് അവസാനിപ്പിച്ച കാര്യം എന്തായിരുന്നു? കഴിഞ്ഞ ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചത് ബൈബിൾ ക്ലാസ്സല്ലേ ഏതായാലും നിങ്ങൾ ലോകത്തിൻ്റെ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ളതാണ് അല്ലേ. ഉപ്പിൻ്റെ വിവിധമായ ഗുണവിശേഷങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. കഴിഞ്ഞൊരു ആഴ്ചവട്ടം അല്ലെങ്കിൽ കഴിഞ്ഞൊരു ആഴ്ച ഉപ്പ് ഉപയോഗിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഉപ്പാകാതിരുന്നവർ അല്ലെങ്കിൽ ആകാതിരുന്നു എന്നുള്ളതല്ല, ഉപ്പ് ഉപയോഗിക്കാഞ്ഞവരായിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്കതുകൊണ്ട് ഉപ്പിനെക്കുറിച്ച് നന്നായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തു. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഉപ്പിൻ്റെ സ്വഭാവം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഉപ്പിൻ്റെ പ്രത്യേകമായ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി നാം മുന്നോട്ട് പോകുവാൻ തക്കണം ഇടയായി തീരണം എന്നുള്ളതാണ് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചത്. ഉപ്പിൻ്റെ ഒന്നാമത്തെ ഗുണം അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നാണ് പറഞ്ഞാൽ അത് രുചി വരുത്തുന്നതാണെന്നുള്ളത് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഉപ്പ് രുചി നൽകുന്നതാണ് എന്നുള്ള ആ പ്രത്യേകമായ വിശേഷം. ആ നിലയിൽ ഉപ്പിനെ പോലെ നാം മറ്റുള്ളവർക്ക് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് രുചി പകരുന്നതായി നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെയും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതായിട്ടോ മറ്റുള്ളവർക്ക് കയ്പിൻ്റെ അനുഭവം നൽകുന്നതായിട്ടോ അല്ല, പിന്നെയോ റുചി നൽകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് നാം ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിൻ്റെ രണ്ടാമത്തെ എല്ലാം കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പറയാനൊക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. അപ്പോൾ ഉപ്പിൻ്റെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഉപ്പ് എന്താ വരുന്നതെന്ന് പറഞ്ഞത്? ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ് അല്ലേ. എന്നെക്കാട്ടിൽ നന്നായിട്ട് ഓർമ്മയുണ്ട്, ഞാനിത് പിന്നെ നോട്ട് നോക്കണം. ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ് അല്ലേ ഉപ്പിൻ്റെ ആ ഒരു പ്രത്യേക ഗുണം എന്നുള്ളതും നാം ഓർത്തു. ഈ ഭൂമി വളരെ ദുഷ്ടതയിലും അല്ലെങ്കിൽ ആ നിലയിലുള്ള പ്രതിസന്ധിയിൽ കൂടെയും നശിച്ച ഒരു തലമുറ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു തലമുറയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കേടുകൂടാതെ ദൈവസന്നിധിയിലേക്ക് അവരെ എത്തിക്കുന്നവരായിട്ട് ദൈവമക്കൾക്ക് ആ നിലയിലുള്ളൊരു ആശ്വാസമായി ആ പ്രത്യേക സ്വഭാവം കാണിക്കുന്നവരായിട്ട് നാം തീരണം എന്നുള്ളത് നാം ചിന്തിച്ചു. ഉപ്പിൻ്റെ വേറൊരു ഗുണമായിട്ട് നമ്മൾ ചിന്തിച്ചത് പിന്നെ അടുത്ത് എന്തായിരുന്നു? ഉപ്പ് ഔഷധ ഗുണമുള്ളതാണ്, ശുദ്ധി നൽകുന്നതാണെന്നുള്ളത് നാം ഉപ്പിൻ്റെ ഗുണത്തെക്കുറിച്ച് ചിന്തിച്ചു. അതും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസി എന്നുള്ളതിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ട് ആ നിലയിൽ നമ്മളിൽ ഉള്ള ഔഷധ ഗുണം ഒന്നുമില്ല. പണ്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലയോ ഈ കുരങ്ങിനെ കുറിച്ച്, ഞങ്ങളിൽ ഔഷധ ഗുണമൊന്നുമില്ല, ഞങ്ങളെ ഉപദ്രവിക്കുക. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലും ഞങ്ങളിൽ ഔഷധ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു അതിൻ്റെ സംരക്ഷണം എന്നുള്ള നിലയിൽ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേക ഔഷധ ഗുണമൊന്നും നമ്മുടെ ഒന്നുള്ളതല്ല. എന്നാൽ ഈ ഭൂമിയിലൊരു വിശ്വാസി എന്നുള്ള നിലയിൽ നാം എങ്ങനെയായിരിക്കണം? മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ട് തീരണം. കഴിഞ്ഞ ദിവസം അതിൻ്റെ നല്ല 1-ാം ക്ലാസ്സായിട്ടുള്ള ഇതും നമ്മൾ കേട്ടു. എന്താ പറയുന്നത്? അറുത്ത കൈക്ക് ഉപ്പിടാത്ത സ്വഭാവം എന്നുള്ള നിലയിൽ അതിൻ്റെ പഴഞ്ചൊല്ല് പോലും നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് എരിവിൽ ഉപ്പ് പുരട്ടുന്നവരായിട്ടല്ല, പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ ആശ്വാസം നൽകുന്നവരായിട്ട് നമ്മുടെ ജീവിതമാകണം എന്നുള്ള ആ നിലയിലുള്ള ഗുണവും നാം കേട്ടു. അതിനുശേഷം പിന്നീടൊരു ഗുണം കൂടെ ഉപ്പിൻ്റെ ഇത് ചെയ്തു. ഉപ്പ് ഫലം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ഫലം നൽകുന്ന ഫലദായകമായ ഒരു ഗുണവിശേഷമുണ്ട്. ഉപ്പ് സസ്യങ്ങളുടെയൊക്കെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ ധാരാളമായിട്ട് അത് ഫലം നൽകും. ഇതും നമ്മുടെ ജീവിതത്തോടത്തിൽ നാം ചിന്തിച്ചു. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കും, നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്നുള്ള നിലയിലും ഉപ്പിനെക്കുറിച്ച് ആ നിലയിലുള്ള പ്രത്യേകതകളൊക്കെ നാം ചിന്തിച്ചു. അത് രണ്ടാമത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, പിന്നെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് പ്രത്യേകമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വളരെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നാം എപ്പോഴും നമുക്കറിയാവുന്ന രണ്ട് കാര്യങ്ങളെ ഉദാഹരണമാക്കിയാണ് കർത്താവ് ആ കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. ഭൂമിയിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ രണ്ടാമത് നാം അവിടെ കണ്ടത് എന്തായിരുന്നു? നിങ്ങൾ ലോകത്തിൻ്റെ
വെളിച്ചമാകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അല്ലേ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന 14-ാം വാക്യം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എത്ര മനോഹരമായിട്ടുള്ള കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തോടുള്ള മറ്റു കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം അല്പമായിട്ട് ഓർത്തതാണ്. അപ്പോൾ അവിടെ കർത്താവ് പറയുന്ന ആ കാര്യം എത്രയോ അർത്ഥവത്തായിട്ട്, എത്ര മനോഹരമായിട്ടുള്ള പ്രയോഗമായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കുകയും ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലോകത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്ന അവസ്ഥയായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പലപ്പോഴും അതിന് കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മയും കൊണ്ട് ഈ ലോകത്തിന് വേണ്ട പോലെ നിലയിലൊന്നും പ്രയോജനപ്പെടുവാൻ കഴിയാതിരിക്കുന്നത് എന്നുള്ളതും നാം ഓർക്കണം. അപ്പോൾ അങ്ങനെ നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അല്ലേ. അപ്പോൾ നാം ചിന്തിച്ചതാണ് 2 കാര്യങ്ങൾ. ഒന്ന്, ഉപ്പ് അകമേ പ്രവർത്തിക്കുന്നുണ്ട്, അതാർക്കും കാണുവാൻ കഴിയുകയില്ല. അകമേ നിന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു പ്രത്യേക വിശേഷം ഉപ്പിനുണ്ട്. എന്നാൽ വെളിച്ചം എന്ന് പറയുമ്പോൾ അത് പുറമേ അല്ലെങ്കിൽ പുറമേ കാണുന്നതാണ്, മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നതാണ് എന്നുള്ളത് നാം ഓർക്കണം. ഈ ഇരുട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകാശത്തെക്കുറിച്ച്, വെളിച്ചത്തെക്കുറിച്ച് അതിനും പ്രത്യേകമായ വിശദീകരണമോ അല്ലെങ്കിൽ പറഞ്ഞൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതെങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും നമ്മൾ അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നാം ഇരിക്കുമ്പോൾ ഒരു നല്ല കുറ്റാക്കൂരിട്ട് അല്ലേ, ആ പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മളിങ്ങനെ ദൈവവചനത്തോടുള്ള മത്തിൽ സാധാരണ കേവലം അത് വാക്കുകളിൽ കൂടി നമ്മളങ്ങനെ പോകാതെ ആ കാര്യങ്ങൾ നാം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ അതിനെ ഒന്ന് ഉൾക്കൊള്ളണം. നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മൾ ഇമാജിൻ ചെയ്യണം, നമ്മളൊന്ന് ഇത് ചെയ്യണം. എന്തിനാ പലപ്പോഴും ഈ പല കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മൾ വചനം സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതെന്നറിയാമോ? അതെല്ലാം എന്തുകൊണ്ടാണെന്നറിയാമോ? നാം കാണുമ്പോൾ, നമ്മുടെ കാഴ്ചയിൽ അത് വരുമ്പോൾ നമുക്ക് കുറേ കൂടെ അത് ഉൾക്കൊള്ളുവാൻ കഴിയും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ഭാഗം വായിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നാം ദൈനംദിന ജീവിതത്തിൽ അതിനെ ഒന്ന് ഉൾക്കൊള്ളണം. കർത്താവ് പറയുന്ന ഉപമയോടുള്ളതിലൊക്കെയും പ്രത്യേകതയുള്ളൊരു കാര്യം, കർത്താവ് എല്ലാം അതാത് സന്ദർഭങ്ങളിൽ അവരുടെ ചുറ്റുപാടിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് ഉപമയായിട്ട് പോലും പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും പറയുന്നത് അതാണ്. ഉപ്പ് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം, അവരുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ വെളിച്ചം അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ ഉപമയും വലിയ തത്വസംഹിതയൊന്നും പറഞ്ഞ് മനുഷ്യനെ അങ്ങ് ആകപ്പാടെ അങ്ങ് വരുട്ടി വലിയ കാര്യങ്ങൾ ഏതാണ്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കാര്യമില്ല. വളരെ സിമ്പിളായിട്ടായിരുന്നു കർത്താവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പ്രഭാഷണങ്ങളും അവിടുത്തെ ആലോചനകളും എല്ലാം മനുഷ്യന് വ്യക്തമായി മനസ്സിലാകുന്ന നിലയിൽ അവരുടെ ദൈനംദിന ജീവിതത്തോടുള്ള മറ്റിൽ ഇടപെട്ടാണ് പറഞ്ഞത്. ഇവിടെയും നമുക്കത് കാണുവാൻ കഴിയും. അപ്പോൾ അങ്ങനെ വളരെ കൂരിരട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഒരു മിന്നാമിനുങ്ങിയുടെ നുറുങ്ങുവെട്ടം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ വ്യത്യാസം? എന്നോർത്ത് നോക്കി. ഒരു വലിയ ഫ്ലഡ് ലൈറ്റ് ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. വളരെ കൂരിട്ടുള്ളൊരു സന്ദർഭത്തിൽ എന്താ പറയുന്നത്, ഒരു മിന്നാമിനുങ്ങി ആ കൂരിട്ടിനെ ഭേദിച്ചുകൊണ്ട് അതിൻ്റെ പ്രകാശം അവിടെ വന്നു കഴിയുമ്പോഴും അതിൻ്റെ ഒരു പ്രകാശം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ വെട്ടത്തിൻ്റെ ലൈറ്റിൻ്റെ അതിൻ്റെ ആ അനുഭവം അല്ലെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നാം കുറേ കൂടെ അതിനെക്കുറിച്ച് ഭാവനയിൽ കൂടി അല്ലെ അത് അനുഭവിച്ച് അല്ലെങ്കിൽ അതൊന്ന് ഉൾക്കൊണ്ട് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നാം ഈ ഭൂമിയിൽ ലോകത്തിൻ്റെ വെളിച്ചമായി തീരണമെന്ന് കർത്താവ് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥ അർത്ഥം നമുക്ക് എങ്കിലേ ഉൾക്കൊള്ളുവാൻ കഴിയുള്ളൂ എന്നുള്ളത് നാം ഓർക്കണം. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നാം എത്രമാത്രം ഗൗരവത്തോടുകൂടി അല്ലെങ്കിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എത്രയോ വസ്തുതയായിട്ട് കർത്താവ് പറയുകയാണ്. ഈ ഭൂമിയിൽ നാം ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നവരായിട്ട് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നവരായിട്ട് അന്ധകാരത്തിൽ കൂടി പോകുന്ന ഒരു ലോകത്തിൽ ആ അന്ധകാരത്തിൽ അവരെ നശിച്ചു പോകാതെ തട്ടി വീണു പോകാതെ മുന്നോട്ടവരെ നയിക്കുവാൻ തക്കവണ്ണമുള്ള പ്രകാശമായി നാം ഈ ഭൂമിയിലായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങൾ ഒക്കെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെട്ടിട്ടുള്ള എത്രയോ പേരാണ് ലോകത്തിലെ അന്ധകാര
അന്ധകാരം മാറ്റി ദൈവീക പ്രകാശം അവർക്കൊക്കെ കൊടുത്ത് ആ നിലയിൽ അവർ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് നാം ചരിത്രം പരിശോധിച്ചാൽ നോക്കാം. ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളെയും എല്ലാ നിലയിലുള്ള ഉന്നമനത്തിൻ്റെയും എല്ലാ അഭിവൃദ്ധിയുടെയും ഒക്കെ പിൻപിൽ ദൈവമക്കൾ ദൈവത്തെ അറിയുന്നവരായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം നാം വായിച്ചാൽ അത് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ അന്ധകാരത്തിൽ നിന്ന് ഉള്ള ലോകത്തെ പ്രകാശത്തിലേക്ക് നടത്തിയതുപോലും ദൈവത്തിൻ്റെ മക്കളാ. അപ്പം ദൈവത്തിന് പ്രകാശം ഭൗമികമായ നിലയിൽ ചിന്തിച്ചാൽ പോലും ആ ഒരു പ്രകാശം, എന്നാൽ അതിനപ്പുറമായ നിലയിലൊരു ആത്മീക പ്രകാശമുണ്ട്. അപ്പോൾ ആ നിലയിൽ പ്രകാശമായിട്ട് വിളക്കായി നാം ഈ ലോകത്തിലായിരിക്കണം. മറ്റുള്ളവരെ നാം മുമ്പേ ഓർപ്പിച്ച പോലെ ഉപ്പ് അകമേ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പുറമേ വെളിച്ചമായി ഈ ലോകത്തിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സാക്ഷ്യം ആ നിലയിലായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് പറയുന്നത്. ഈ ഇരുട്ടിനെക്കുറിച്ച് പ്രകാശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇരുട്ടിനെക്കുറിച്ചുകൂടെ പറഞ്ഞില്ലെങ്കിൽ പ്രകാശത്തെ നമുക്ക് വേണ്ട പോലെ മനസ്സിലാക്കുവാൻ കഴിയില്ല. ഈ ഇരുട്ടെന്ന് പറയുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ അതില്ല എന്നുള്ളതാണ് പൊതുവെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അത്രമാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇരുട്ടെന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടോ യഥാർത്ഥത്തിൽ? ചിന്തിച്ചിട്ടുണ്ടോ? വെളിച്ചത്തിൻ്റെ കുറവല്ലേ ഇരുട്ടെന്നുള്ള നിലയിൽ നാം മനസ്സിലാക്കുന്നത്. എവിടെ വെളിച്ചത്തിൻ്റെ കുറവുണ്ടാകുന്നോ അവിടെയാണ് ഇരുട്ടുണ്ടാകുന്നത്, അല്ലേ? ആ വെളിച്ചത്തിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ആ തീവ്രത എവിടെ കുറവുണ്ടാകുന്നോ, അല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എവിടെ അതിൻ്റെ കുറവ് വരുന്നോ അന്നേരമാണ് അത് ഇരുട്ടായി മാറുന്നത്. ഇരുട്ടെന്ന് പറയുന്ന ഒരു പ്രതിഭാസം ആ നിലയിൽ ഇല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തിൽ നാം എങ്ങനെ വെളിച്ചമായിട്ട് ഇരുട്ട് നിറയാൻ സാധ്യതയുണ്ട്. നാം വേണ്ട പോലെ ഈ ലോകത്തിൽ വെളിച്ചമായി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ കൃപാവരം അല്ലെങ്കിൽ നമ്മളെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ കൂടി നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരുട്ടുണ്ടാകുവാൻ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് പറയുവാൻ കാരണമായി മാറിയത്. നാം ഓർക്കണം പ്രിയമുള്ളവരെ, നാം വിചാരിക്കും നമ്മളെ കൊണ്ട് എന്താ നേടുവാനുള്ള, അല്ലെ നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും, നമുക്ക് എന്ത് കഴിയും, ഞാൻ വലിയ പ്രാധാന്യമുള്ളവനൊന്നും അല്ല ഈ ലോകത്തിലല്ലേ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ സഭയിലൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെയുണ്ട്. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു മിന്നാമിനിങ്ങിനാണെന്ന് പറഞ്ഞാലും അതിനെക്കൊണ്ട് കഴിയുന്ന കാര്യം അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കൂടെയും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരാണ്, അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതും നാം ആ നിലയിൽ ചിന്തിച്ചിരിക്കണം എന്നുള്ളതും ഞാൻ ഈ അവസരം ഓർക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലോകത്തിലെ ഇരുട്ടിൻ്റെ ആ അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ആ ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വസ്തുതയായിട്ട് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കണം. ദൈവം നമ്മെ വീണ്ടെടുത്തത് ഈ ഭൂമിയിൽ വെളിച്ചമായി നിലനിൽക്കുവാനാണെന്നുള്ളതും നാം ഓർക്കേണ്ടുന്ന കാര്യമാണ്. എപ്പോഴാണ് ഇരുട്ടുണ്ടായത് എന്നുള്ളത് നാം ഓർക്കണം. അത് ഏതൻ തോട്ടത്തിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അവിടുന്ന് ഇത് തുടങ്ങിയതാണ്, അല്ലേ? ഈ ഇരുട്ടിൻ്റെ അനുഭവം അവിടുന്ന് തുടങ്ങിയതാണ്. നാം അതിൻ്റെ ചരിത്രം തേടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്, അല്ലേ? അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഏതൻ തോട്ടത്തിൽ. അതെ, അല്ല അങ്ങനെ ആ വെളിച്ചം ഉണ്ടാകട്ടെ എന്നുള്ള നിലയിലല്ല, മനുഷ്യൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം ഞാൻ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ ഹൗവ പാപം ചെയ്ത ഒരു അനുഭവത്തിൽ അവിടെ കാണുന്ന ഒരു കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് അല്പമായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്. ഈ തിന്നരുതെന്ന് പറഞ്ഞ ഫലം അവർ പറിച്ച് തിന്നു കഴിഞ്ഞുടനെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരുടെ കണ്ണ് തുറന്നു, അല്ലേ? എന്നിട്ട് ആദ്യം അവർ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തായിരുന്നു? അവർ നഗ്നരാണെന്നുള്ളത്. ഇതൊക്കെ വലിയ ആത്മീയ സത്യങ്ങളാണ് അവിടെ എല്ലാം ഒളിഞ്ഞു കിടക്കുന്നത്. അവർ നഗ്നരാണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു, അല്ലേ? ഇതിനു മുമ്പ് അവർ നഗ്നരല്ലായിരുന്നു. അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു? ഇല്ലേ? ഒന്നാമത്തെ കാര്യം ആദ്യം അവർക്ക് ബോധ്യപ്പെട്ടത് എന്താ? അവർ നഗ്നരാണെന്നുള്ളത്. അവരുടെ കണ്ണ് തുറന്നു, അവർ നഗ്നരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു, അല്ലേ? അതിൻ്റെ 2:25 വായിക്കുന്നൊരു പ്രയോഗമുണ്ട്. എങ്ങനെയാ ജോസഫ് ഒന്ന് വായിച്ച് 2:25 വാക്യം. തോന്നിയില്ല. എന്തേ തോന്നാഞ്ഞ്?
അവർ നഗ്നരല്ലായിരുന്നു. അതിന് ശേഷം എന്നിട്ട് 3-ാം വാക്യത്തിൻ്റെ മുന്നോട്ട് വരുമ്പോഴാണ് അവിടെ വായിക്കുന്നത്, ഇരുവരും പഴം തിന്നു, അല്ലെങ്കിൽ അവൾ പഴം തിന്നു, അപ്പോൾ അവർ നഗ്നരാണെന്ന് ബോധ്യപ്പെട്ടു, അല്ലെ തോന്നി, അല്ലേ? 3-ലാണ് കാണുന്നത്. അപ്പോൾ സംഭവം നടന്നത് അതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവർ നഗ്നരായിരുന്നു അതിന് മുമ്പും. എന്നാൽ ആ നഗ്നത അവർക്ക് കാണുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കണ്ണ്, ആത്മീയമായിട്ടുള്ള തേജസ്സിൻ്റെ ആ കണ്ണ് അവരെ അന്നേരം എന്ത് ചെയ്തെന്നറിയാമോ? അത് തുറന്നിരിക്കുകയായിരുന്നു, അല്ലേ? തേജസ്സിൻ്റെ ആ കണ്ണ് തുറന്നിരുന്നത് കൊണ്ട് അവർക്ക് നഗ്നത കാണുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ നിലയിൽ നമ്മൾ അതിനെ ചിന്തിക്കണം. എന്നാൽ പിന്നെ ഇപ്പോൾ അവർക്ക് കണ്ണ് തുറന്നു. എന്തിൻ്റെ കണ്ണാണ് തുറന്നത്? ജഡീകമായ കണ്ണ് തുറന്നപ്പോൾ അവർ നഗ്നത അവർക്ക് ബോധ്യപ്പെടുവാൻ, കാണുവാൻ കാരണമായി. അപ്പോൾ ആ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ ഒരു അന്ധകാരത്തിൻ്റെ, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ആ ഒരു കണ്ണാണ് അവർക്ക് അവിടുത്തെ. നമ്മൾ ലോകത്ത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ വലിയ പ്രകാശം കാണുന്നെങ്കിലും നാം ആത്മീയമായ നിലയിൽ അതിനെ ചിന്തിക്കുമ്പോൾ ഇരുട്ടിൻ്റെ കണ്ണാണ് തുറന്നത്, അന്ധതയുടെ കണ്ണാണ് തുറന്നത്. പിശാചിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ദൂതന്മാർക്കും ഉതകുന്ന നിലയിലുള്ള ആ നിലയിൽ ദൈവിക പദ്ധതിക്ക് വിരോധമായിട്ടുള്ളൊരു കണ്ണ് അവിടെ തുറക്കുകയും ദൈവത്തിൻ്റെ ആത്മീയ കണ്ണ് കുരുടായിപ്പോയി, അല്ലെങ്കിൽ അത് അടയുകയും ചെയ്തു. അതിൽ അന്ധകാരം വ്യാപിക്കുവാൻ കാരണമായി മാറി. ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോഴുള്ളവരെ, ആ ഒരു അവസ്ഥ അവർക്കുണ്ടായത്. അവർക്ക് എന്താ പറയുന്നത്, അവിടെ ദൈവത്തിൻ്റെ തേജസ് കൊണ്ടാണ് അവരെ അന്ന് മൂടിയിരുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ തേജസ് അവരിൽ നിന്ന് മാറുകയും അവർ നഗ്നരാണെന്നുള്ളത് ബോധ്യപ്പെടുകയും ചെയ്തു. നമുക്ക് താഴോട്ടുള്ള ഭാഗം പലതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അവർ പെട്ടെന്ന് ഒരു പരിഹാരമുണ്ടായി, പല ഇലകളൊക്കെ അവരിങ്ങനെ ചൂസ് ചെയ്ത് കാണും, ഇത് ഒന്ന് തുന്നിക്കെട്ടി അല്ലെങ്കിൽ തുന്നിക്കൂട്ടി ഒരു വസ്ത്രം ഉണ്ടാക്കി ഉടുക്കേണ്ടതിന് വേണ്ടി. എന്നാൽ അവരതിന് ചെയ്ത് തുനിഞ്ഞു. അങ്ങനെ ചെയ്ത് ദൈവം വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ അത് പറയുവാനാണ് ഞാൻ അവിടെ ആ പോയിൻ്റ് എൻ്റെ ഹൃദയത്തിൽ വന്നത്. വെയിലാറിയപ്പോൾ ദൈവം വന്നു. ഇവർ അത്തിയില കൊണ്ട് അവർ തുന്നിയ ഈ അവരുടെ ആവരണം അത് അത്രമാത്രമൊന്നും വാടിക്കാണും, എന്നാലും അത്രയായില്ല. പക്ഷേ ഇതുണ്ടായിരുന്നിട്ടും അവർ മരത്തിന് ചെന്ന് മറഞ്ഞിരുന്നു, അല്ലേ? എന്തുവാ ജോസഫ് അവിടെ പറഞ്ഞേക്കുന്നത്? അവർ ദൈവം വന്നോണ്ടേ താഴോട്ട് വായിച്ചപ്പോൾ അല്ല, അതിന് മുമ്പ് പറയുമ്പോൾ അവർ ദൈവത്തെ വരുന്നുണ്ടെ അവർ അവിടെയാണ് വൃക്ഷങ്ങളുടെ ഇടയിൽ മരത്തിന് പോയി മറഞ്ഞിരുന്നവന്. ഒത്തിരി ചിന്തിക്കാനുള്ള പല കാര്യങ്ങളും അവിടെയും നമുക്ക് കിട്ടുവാൻ, ആത്മീയ സത്യങ്ങൾ അവിടെയും ഇത് ചെയ്യാനുണ്ട്. അവർ മരത്തിന് ഇടയിൽ പോയി മറഞ്ഞിരുന്നു. ഇവർ ഉടയാടയൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നഗ്നവും മലർന്നവുമായിരിക്കുന്നു. അതവർക്ക് ബോധ്യമായി. അവർ ഭയപ്പെട്ടു. ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുന്നുണ്ടേ, അപ്പോൾ നാം ആത്മീയ അന്ധകാരത്തിൽ നിന്ന് ദൈവം തന്ന വെളിച്ചത്തിലേക്ക്, അല്ലെങ്കിൽ യഥാർത്ഥ വെളിച്ചമായ കർത്താവിങ്കിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് തുറക്കുക, അല്ലെങ്കിൽ നാം അന്ധകാരം മാറുക. അങ്ങനെ നമുക്ക് ലഭിച്ച ആ വെളിച്ചം ലോകത്തിന് നൽകുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വളരെ പ്രശസ്തമായിട്ടുള്ള ചൊല്ലാണല്ലോ, തമസോ മാ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്നെ തേജസ്സിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഈരടികളോ ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം, നഷ്ടപ്പെട്ട ആ തേജസ് അല്ലെങ്കിൽ ആ ലൈറ്റ്, അത് ലഭിച്ചവരായ നാം എന്ത് ചെയ്യണം? അത് പ്രതിബിംബിപ്പിക്കണം, മറ്റുള്ളവർക്ക് അത് കൊടുക്കണം. നമുക്കറിയാം ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അത് സ്വയമായിട്ട് പ്രകാശിക്കുന്നതല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? അതിനെക്കുറിച്ച് വലിയ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്നാൽ രാത്രിയിൽ നോക്കുമ്പോൾ ചന്ദ്രൻ പ്രകാശം കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ കൊടുക്കുന്നത്? സൂര്യൻ ലഭിക്കുന്ന പ്രകാശത്തെ പ്രതിബിംബിപ്പിക്കുകയാണ്, അല്ലേ? അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്, ഭൂമിയിലേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുകയാണ്. അങ്ങനെയാണ് രാത്രിയിലത്തെ ചന്ദ്രൻ, രാത്രിയിൽ പ്രകാശം കൊടുക്കുന്ന ചന്ദ്രനെ കുറിച്ച് നാം വായിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ വിശ്വാസി ഈ ഭൂമിയിൽ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ട വെളിച്ചം നമുക്ക് ദൈവം നൽകി തന്നു. ആ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രതിബിംബിക്കുവാൻ, മറ്റുള്ളവർക്ക് ആ പ്രകാശം കൊടുക്കുവാൻ, ഇരുട്ടിൽ കഴിയുന്ന ഈ ലോകത്തെ വെളിച്ചത്തിലേക്കും പ്രകാശത്തിലേക്കും നയിക്കുവാൻ, കർത്താവിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ ഉള്ള വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ
നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ജീവിതത്തിൻ്റെ ആ കാര്യം എത്രയോ ഗൗരവമാണെന്നുള്ളത് നാം ഓർക്കേണ്ടുന്ന കാര്യമാണ്. നമ്മെ ദൈവം ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മെ ആക്കിയിരിക്കുകയാണ്. എഫെസ്യ ലേഖനം 5:8 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ വളരെ മനോഹരമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. 8:5 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ. ഇല്ലയോ ജോസഫേ? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും ഇരുളിലാണ് കടക്കുന്നത്. ആ ഇരുട്ടിൽ നിന്ന്, ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അതിന് യഥാർത്ഥ വെളിച്ചമായ അല്ലെങ്കിൽ യഥാർത്ഥ വെളിച്ചമായ നമ്മുടെ കർത്താവിങ്കിലേക്ക് കടന്നു വരുമ്പോഴാണ് അവൻ പ്രകാശപൂരിതനായി മാറുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. 34-ാം സങ്കീർത്തനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രകാശത്തിലേക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ പ്രകാശം നാം ലോകത്തിൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നവരായിട്ട് മാറണം. യോഹന്നാൻ 1:5 നാം വായിക്കുമ്പോൾ ദൈവം വെളിച്ചമാകുന്നു, അവന് ഇരുട്ടൊട്ടുമില്ല എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ഒരു പ്രയോഗവും നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ദൈവമക്കൾ വെളിച്ചത്തിൻ്റെ മക്കളാ, വെളിച്ചമാ. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടുന്ന വെളിച്ചമാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതും നാം ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇനിയും ഇരുട്ടിൻ്റേതായിട്ട് അനേക വേദഭാഗങ്ങൾ അതിനോടുള്ള മത്തിൽ ഓർപ്പിക്കുവാനും അല്ലെങ്കിൽ ഒത്തുവാക്യങ്ങളും ഉണ്ട്. ഇനിയും നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്കും ഇരുട്ടിൻ്റേതായിട്ടുള്ള നിലയിലുള്ള ആ അനുഭവങ്ങൾക്കും നാം മടങ്ങിപ്പോകേണ്ടുന്നവരല്ല. പിന്നെ വെളിച്ചത്തിലായിരിക്കുന്ന നമ്മോടുള്ള മത്തിൽ നാം വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് ഈ ഭൂമിയിൽ വർത്തിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നാം ആ വെളിച്ചം നമ്മൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ടുന്ന കാര്യമാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ എത്രമാത്രം ആ വെളിച്ചത്തിൻ്റെ വക്താക്കളായി, ആ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കുന്നവരായി, നമ്മെ കാണുന്നവർ കർത്താവിനെ കാണുവാൻ കഴിയുന്നവരായിട്ട് നമ്മുടെ ജീവിതമാകുന്നുണ്ട്. കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. എന്നാൽ അതിൽ നാം വീണ്ടും അയ്യോ ഇങ്ങനെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് നാം പരിതപിച്ച് ആ നിലയിൽ മുന്നോട്ട് പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ഓർക്കുന്നത്. പിന്നെയോ നാം എപ്പോൾ അതിനെക്കുറിച്ച് ബോധ്യം വരുന്ന ആ സന്ദർഭങ്ങളൊക്കെ അതൊക്കെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് ദൈവം അവൻ നടന്നതുപോലെ നടക്കണമെന്നുള്ളതും നാം ദൈവത്തിൽ വായിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നടപ്പ് വെളിച്ചത്തിലുള്ള നടപ്പാണോ, വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിട്ട് തീരുന്നോ എന്നുള്ളത് നോക്കണം. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുത്തെ പ്രത്യക്ഷതയോടുള്ള മത്തിൽ കാണുന്ന ഒരു പ്രയോഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 17:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എടുത്ത് വായിച്ചുകൊണ്ടിരുന്ന് പോയാൽ സമയം പോകുമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 17:1-2 വേദഭാഗങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടുത്തെ മുഖം എന്താ പറയുന്നത്, സൂര്യൻ പ്രകാശിച്ചതുപോലെ കർത്താവിൻ്റെ ഒരു പ്രത്യക്ഷതയായിട്ട് അവിടെ കാണുകയാണ് അല്ലേ, രൂപാന്തരം ഉണ്ടാകുന്ന സന്ദർഭം. അപ്പോൾ അവിടെ കർത്താവിൻ്റെ മുഖം എന്താ പറയുന്നത്, സൂര്യൻ ശോഭിച്ചതുപോലെ, സൂര്യനെ പോലെ ശോഭിച്ചതായിട്ടുള്ള പ്രയോഗമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് ആ നിലയിലായിരുന്നായത്. അവിടുത്തെ വായിൽ നിന്ന് വന്ന മനോഹരമായ മൊഴികൾ, പത്രോസ് അതിനെക്കുറിച്ച് പറയുകയാണ്, നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും എന്നുള്ളത് അവിടെ ചോദിക്കുകയാണ്. അവിടുത്തെ വിസ്തരിക്കുവാൻ കടന്നവരൊക്കെ അവരൊക്കെ പറയുന്നത് ഇവൻ സംസാരിച്ചതുപോലെ ലോകത്തിൽ ആർക്കും സംസാരിക്കുവാൻ കഴിയുകയില്ല അല്ലേ. അവർക്ക് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിച്ചപ്പോൾ പടയാളികളൊക്കെ പുറമോട്ട് വീണ അനുഭവമൊക്കെ നമുക്ക് കാണുന്നു. പല കാര്യങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവിടുന്ന് കാണിച്ചു തന്ന മാതൃക ആ നിലയിലായിരുന്നു. അപ്പോൾ അങ്ങനെ നാം ഈ ഭൂമിയിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. എന്നാൽ എത്രമാത്രം നമുക്കതിൽ വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി അത് ഉണ്ട്. 2 കൊരിന്ത്യർ 4:6 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ചില വേദഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒന്നും എടുത്ത് വായിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. 2 കൊരിന്ത്യർ 4:6 വായിച്ചേ.
ഓക്കെ, ദൈവത്തിൻ്റെ തേജസ് അല്ലെ ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങൾ നമ്മളിൽ നൽകിയിരിക്കുന്നുണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രകാശിപ്പിക്കുന്നവരായിട്ട് നാം ഈ ഭൂമിയിലായിരിക്കണം. പല വേദഭാഗങ്ങൾ നാം വായിച്ചു വിടുമ്പോഴും ചില വിഷയങ്ങളോടൊപ്പം അത് കണക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹത്വവും മഹിമയും കുറേ കൂടെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. 3:18 കാണുമ്പോൾ അവിടെ നാം ചിന്തിച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ വിഷയത്തിൽ തന്നെ പറയുന്നൊരു പ്രയോഗമുണ്ട്. 3:18 2 കൊരിന്ത്യർ 3:18. ആ നിലയിൽ അത് തന്നെ, അതെ അതെ. അപ്പോൾ നാം കണ്ണാടിയിൽ പ്രതിബിംബിപ്പിക്കുന്നത് പോലെ നാം കർത്താവിനെ പ്രതിബിംബിക്കുന്നവരായിട്ട് തോന്നണം. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവ് എത്രയാണെന്നുള്ളത് നാം ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഓർക്കേണ്ടുന്ന കാര്യമല്ലേ? നമുക്ക് എത്രമാത്രം അത് പ്രതിബിംബിപ്പിക്കുവാൻ കഴിയുന്നുണ്ട്. പണ്ടത്തെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്ന കാര്യമാണ്, ഈ ഗ്രഹണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചാണകവെള്ളം കലക്കി വെച്ചിട്ട് അതിൻ്റെ അതിൽ നോക്കിയാണ് ഗ്രഹണം കാണുന്നത്. നേരെ നോക്കിയാൽ കണ്ണ് അടിച്ചു പോകുന്നുള്ള ഇതുകൊണ്ട് ഇല്ലേ? അങ്ങനെ ചെയ്തിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കേട്ടിട്ടുള്ളവരുണ്ടോ? ചാണകവെള്ളം കലക്കി വെച്ചിട്ട് അതിൽ നോക്കി ആ സൂര്യഗ്രഹണം കണ്ടിട്ടുള്ളത്. അത് ക്ലിയർ അല്ലായിരുന്നു, അത് ക്ലിയറായിട്ട് കാണത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അതേ ഒരു അർത്ഥം അല്ലെങ്കിൽ ആ ചിന്ത വെച്ചുകൊണ്ടായിരിക്കാം പൗലോസ് പറയുന്നത്. അന്ന് കലക്കി വെച്ചോ എന്ന് നമുക്കറിയത്തില്ല, എങ്കിലും അത് യഥാർത്ഥത്തിൽ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന നമ്മുടെ മുഖം കണ്ണാടിയിൽ പ്രതിബിംബിക്കുമ്പോൾ എന്ത് കുറവുണ്ടെങ്കിലും നമുക്ക് ആ കണ്ണാടിയിൽ കാണും. അതേപോലെ തന്നെ കർത്താവിനെ ഈ ഭൂമിയിൽ നാം പ്രതിബിംബിപ്പിക്കുന്നവരായി അല്ലെങ്കിൽ കർത്താവിനെ ഈ ഭൂമിക്ക് പരിചയപ്പെടുത്തുന്നവരായി, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നവരായിട്ട് നാം ഈ ഭൂമിയിലായിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്രമാത്രം കുറവുകളാണ് നമ്മുടെ ജീവിതത്തിൽ അത്തരം മേഖലകളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നാം ഓർക്കുകയും നമുക്ക് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് കർത്താവേ, അതുപോലെ ഞാൻ ആകുവാൻ ഒരു കണ്ണാടി എങ്ങനെ ഒരു ബിംബത്തെ അല്ലെങ്കിൽ കാണിക്കുന്നു, പ്രതിബിംബിപ്പിക്കുന്നു എന്ന നിലയിൽ തന്നെ ഈ ഭൂമിയിൽ ദൈവപ്രസാദത്തിന് വേണ്ടി മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുന്നവരായി തീരുവാൻ ഞാനാകുന്നു എന്നുള്ളത് നമ്മെ തന്നെ നമുക്ക് ഓർക്കുകയും ആ നിലയിൽ നമുക്ക് ആയിത്തീരുകയും ചെയ്യാം. ദൈവസന്നിധിയിൽ നാം ആകുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള കുറവുകളൊക്കെ നാം ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ കണ്ട് നാം ഏറ്റുപറയുമ്പോൾ നമുക്കറിയാം ദൈവം അതൊക്കെ തീർത്ത് തന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. 50-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രയോഗം കാണുന്നുണ്ട്, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ എന്നുള്ള ഒരു പ്രയോഗം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അല്ലേ? ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്നുള്ള പ്രയോഗം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ നാം ഓരോ ദിവസവും ദൈവസന്നിധിയാകുന്ന ആ കണ്ണാടിയിൽ നാം നോക്കുമ്പോൾ അത് വെച്ച് തുലനം ചെയ്യുന്നത് നോക്കുമ്പോൾ നമ്മുടെ കുറവുകൾ നമുക്ക് പരിശോധിക്കുവാൻ നമുക്ക് കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നാം കുറവുകളെ കണ്ടുകൊണ്ട് എവിടെയാണ് നമുക്ക് വീഴ്ച വന്നിട്ടുണ്ട്, എവിടെയാണ് നമുക്ക് പോരായ്മ ഉള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കി അതിൽ നാം മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും ദൈവം ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതിന് നമ്മുടെ ജീവിതം നമുക്ക് തന്നെ രൂപപ്പെടുത്തണം. അതിനുവേണ്ടി ഉള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതാത് സമയങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതും നാം ഓർക്കേണ്ടുന്ന വസ്തുതയാണ്. അപ്പോൾ ആ നിലയിൽ ലോകത്തിന് വെളിച്ചമായിട്ട് നാം ശോഭിക്കണം, മറ്റുള്ളവർക്കൊരു വെളിച്ചമാകണം. ആ നിലയിൽ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വം വേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അതിന് ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മളിൽ നിന്ന് ഉളവാകുവാൻ കഴിയാതെ പോകും. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണല്ലേ, നമുക്കൊക്കെ കുടുംബമുണ്ട്, മക്കളുണ്ട്. അവരുടെ എല്ലാം വളർച്ചയ്ക്ക് വേണ്ടി എത്രമാത്രം ഒരു പിതാവ് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് എത്രയോ വസ്തുതയാണ്. എന്നാൽ നമ്മുടെയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ആത്മീയമായ നിലയിൽ, ആ നിലയിൽ ഈ ഭൂമിയിൽ ദൈവം നമ്മോടുള്ള ബന്ധത്തിലും ആഗ്രഹിക്കുകയാണ്. വേണ്ട പോലെയുള്ള വളർച്ച നമ്മുടെ ജീവിതത്തിൽ, ആത്മീയമായ നിലയിലുള്ള വളർച്ച നമുക്കുണ്ടാകണം. അതിന് തടസ്സമായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. അതിനുള്ള എല്ലാ മുഖാന്തരവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ വേണ്ട പോലെ നാം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയവും പോരായ്മ എന്നുള്ളത് നാം ഓർക്കേണ്ടുന്ന വസ്തുതയാണ്. ഈ ലോകത്തിലൊരു വെളിച്ചമായി തണ്ടിന്മേൽ അവിടെ ചെയ്യുന്ന വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. അങ്ങനെ തന്നെ മനുഷ്യർ 15-16 വാക്യങ്ങൾ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ.
നമ്മുടെ വെളിച്ചം മറ്റുള്ള മുമ്പിൽ പ്രകാശിക്കുവാൻ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നാം ദൈവത്തിൻ്റെ അംബാസഡേഴ്സാണെന്നുള്ള ആ ബോധ്യത്തിൽ നാം ഈ ഭൂമിയിൽ മറ്റുള്ള മുമ്പിലാണ് നാം ജീവിക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ, നാം അടച്ചുകെട്ടി ഒരു മുറിക്കകത്ത് മാത്രമായിട്ട് നാം ജീവിക്കുന്നവരല്ല വിശ്വാസികളെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ഇറങ്ങി ജീവിക്കുന്നവരാണ്, മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നവരാണ്. നമ്മൾ ഓരോ സ്ഥാനങ്ങളിൽ ഇടപെടുകയും പോവുകയും അവരുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചിന്ത നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന വസ്തുതയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നാം ഒന്ന് ഓർക്കേണ്ടുന്ന കാര്യം. പണ്ട് ഒരാൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ജഡ്ജി ഒരു വിസ്താര സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ സാക്ഷിയായിട്ട് ചെന്നു, ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു ദൈവവൈതൽ. അപ്പോൾ അവിടെ ചെന്ന് സാക്ഷിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ കൂട്ടിൽ കയറുന്നപ്പോൾ ജഡ്ജി ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതിന് തെളിവെന്താണ്? അപ്പോൾ ഈ വ്യക്തി, ഈ ദൈവവൈതൽ വിശ്വാസി പറഞ്ഞു, യജമാനെ അല്ലെങ്കിൽ ജഡ്ജിയെ വിളിക്കുന്നത് അങ്ങനെയാണല്ലോ, യജമാനെ ഞാൻ ഒരു വിശ്വാസി, ഒരു ദൈവവൈതലാണ്, ഞാനൊരു ബ്രദറുകാരനാണ്, അങ്ങനെ നമുക്കങ്ങ് പറയാം, പണ്ടത്തെ കാലത്തെ വെച്ച് പറയാം, ഞാനൊരു ബ്രദറുകാരനാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കള്ളം പറയത്തില്ല എന്ന് പറഞ്ഞു. ജഡ്ജി അത് കേട്ടിട്ട്, നീ ബ്രദറുകാരനാണോ, അല്ലെങ്കിൽ നീ പെന്തക്കോസുകാരനാണോ? എന്നാൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ആ കാലത്തിൽ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ജഡ്ജിയുടെ മുമ്പിൽ നിന്നൊരു സാക്ഷി പറയുന്ന ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അത് അവൻ കള്ളം പറയുകയില്ല എന്ന് അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു 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 ചിന്താഗതി ലോകത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇന്നോ നമ്മുടെ ജീവിതത്തെ നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കണം. നമുക്ക് വന്നിട്ടുള്ള കുറവുകൾ എവിടെയാണെന്നുള്ളത് നാം ഓർക്കണം. കർത്താവേ, എന്നിൽ വന്ന കുറവുകൾ എന്നോട് ക്ഷമിക്കുകയും വരുന്ന ദിവസങ്ങളിൽ ഞാൻ ലോകത്തിലൊരു വിളക്കായിട്ട് മുന്നോട്ട് ജീവിക്കുവാൻ എന്നെ അവിടുന്ന് പ്രാപ്തനാക്കുകയും അതിനെന്നെ അനുവദിക്കുകയും ചെയ്യണമേ കർത്താവേ എന്ന് നാം പറയാം. ഈ പറയുന്ന ഞാനും അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. കുറവുകളും പോരായ്മകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാലത് നാം കണ്ടുണരുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത്. ദൈവപ്രസാദത്തിനായിട്ട് നമുക്ക് നിലനിൽക്കുവാൻ ഈ നാളുകൾ ഇടയാക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ വെളിച്ചത്തോട്ടൽ മന്ത്രത്തിൽ പറയുവാൻ അവിടെ കാണുന്ന കാര്യങ്ങളോടൊന്ന് ഓർപ്പിച്ചിട്ട് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവിടെ കാണുന്നത് വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല വെക്കുന്നത് എന്നുള്ളത് 15-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. വിളക്ക് കത്തിച്ച് ആരും പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത് എന്നുള്ളത്, ഇല്ലയോ? അതും നമുക്ക് വളരെ പരിചയമുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ നിലയിൽ അത് പരിചയം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നുവെച്ചാൽ പറ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? അല്ലേ, 1-2 പേരേ ഉള്ളൂ പറ ഉണ്ട്. കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ, സ്തോത്രം. അത് തന്നെ. അപ്പോൾ അളന്നു കൊടുക്കുന്ന സാധനമായി ഈ പറ. അപ്പോൾ ഒരു വിളക്ക് കത്തിച്ചിട്ട് ആരും പറയുടെ കീഴി വെക്കത്തില്ല, അല്ലേ? മനോഹരമായ സാധനം, കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണാൻ ശ്രമിക്കണം. നല്ല വലിയ ഇതിൻ്റെ എന്താ പറയുന്നത്, ചെമ്പിൻ്റെ ചുറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് നിർമ്മിക്കുന്ന ഒരു അളവ് പാത്രമാണ് ഈ പറയെന്ന് പറയുന്നത്. ജസ്റ്റ് പറയുന്ന ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും ഒന്നുമില്ലെന്നല്ല, എന്നാൽ വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ ചുറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളപ്പോൾ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ എത്ര മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് അറിയാമോ? നല്ല ചെമ്പിൻ്റെ ചുറ്റുവട്ടൊക്കെ ഇട്ട് അതിൻ്റെ ഭാഗമൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് നിർമ്മിക്കുന്ന സാധനമാണ് പറയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ മഹത്വം മനോഹരം പറയാനല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ എന്താ പറയുന്നത്, വിളക്ക് കത്തിച്ചിട്ട് ആരും എന്ത് പറയുന്നത്, പറയുടെ കീഴിൽ അല്ലെങ്കിൽ അതുകൊണ്ട് മൂടി വെക്കുകയില്ല, അതിൻ്റെ കീഴിൽ കൊണ്ട് വെക്കുകയില്ല. ഒന്നാമത് അതിൻ്റെ കീഴിൽ വെച്ചാൽ അപ്ലൈ ഇതങ്ങ് കെട്ടുപോകും, അതൊരു കാര്യം. എന്നാൽ അതിൻ്റെ വെട്ടം കാണത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അതിൽ നമുക്ക് ഓർക്കേണ്ട കാര്യം. ഒരു വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കെട്ടില്ലെങ്കിൽ തന്നെയും അതിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് അതിൻ്റെ ഉപയോഗം അതിനില്ലാതെ പോകും. അതാണ് നമ്മളതിനെക്കുറിച്ച് ഓർക്കേണ്ടത്. ഒരു വിളക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രകാശം കൊടുക്കേണ്ടുന്ന ആ വിളക്ക് കത്തിച്ചിട്ട് പറയുടെ കീഴിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗശൂന്യമായി പോകും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് അത് കാരമില്ലാതെ പോയാൽ മനുഷ്യർക്ക് എടുത്തിട്ട് ചവിട്ടാനല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് നാം ഉപ്പിൻ്റെ കാര്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുടെ കീഴിൽ ഈ വിളക്ക് കൊണ്ടൊന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം ഇല്ല, മറ്റുള്ളവർക്ക് പ്രകാശം ലഭിക്കുകയില്ല. മറ്റുള്ളവർ അതിൻ്റെ പ്രകാശം ലഭിക്കാതിരുന്നാൽ അനേകർ ഏതാ പറയുന്നത്, ഇരുട്ടത്ത് നടന്ന് തട്ടി വീണ് അപകടത്തിലേക്ക് നയിക്കുവാൻ കാരണമായി മാറും. എന്താ ഇത് കാണിക്കുന്നത്? ആത്മീയമായിട്ട് ഇതിൻ്റെ അർത്ഥം എന്താ?
ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ പറ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ പറയുടെ അതിൻ്റെ ഇതല്ല, അതൊരു ബിസിനസ്സിനെയാണ് കാണിക്കുന്നത്, അല്ലേ? അളന്നു കൊടുക്കുന്ന സാധനമായി പറയെന്ന് പറയുന്നത്. കൃത്യമായ അളവിനാണ് പറ എങ്ങനെ വെച്ചേക്കുന്നത്. ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് കൂടുതലും, വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ കുറവും വരാൻ പാടില്ല. അളക്കുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം. കൊടുക്കുന്നതും അങ്ങനെ ആയിരിക്കും, വാങ്ങുന്നതും അങ്ങനെ ആയിരിക്കും. അപ്പോൾ കൊടുക്കൽ വാങ്ങലിന് വേണ്ടി, ഒരു ബിസിനസ്സിന് വേണ്ടിയാണ് പറ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്കതിനെ ചിന്തിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന, നാം ഈ ഭൂമിയിൽ പ്രകാശമായി വർത്തിക്കാതിരിക്കാൻ തടസ്സമായി നിൽക്കുന്ന കാര്യം നമ്മുടെ ജീവിതമാകുന്ന, നമ്മുടെ ബിസിനസ്സല്ലേ, നമ്മുടെ ജീവിതമല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള വിവിധ ഇടപാടുകളല്ലേ എന്നുള്ളത് നാം ഓർക്കേണ്ടുന്ന അവസ്ഥയാണ്. അവിടെയാണ് അതിൻ്റെ ആത്മീയ അർത്ഥം ഇരിക്കുന്നത്. നാം ഈ ഭൂമിയിൽ ഒരു വിളക്കായി ശോഭിക്കുവാനാണ് ദൈവം നമ്മെ ഒരു വിളക്കായി ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. എന്നാൽ അത് നടക്കാതെ പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള ഇടപാടുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ബിസിനസ്സുകൾ, നമ്മുടെ ജീവിത സംഭാരണത്തിനായിട്ട് നാം ഇടപെടുന്ന വിവിധമായ അനുഭവങ്ങൾ, ഇടപാടുകൾ, ഇതൊക്കെ കർത്താവിനെ മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് കാണുവാൻ തടസ്സമായി നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ഉദ്ദേശം നടക്കാതെ കേവലം അത് ഉപയോഗശൂന്യമായി മാറുമെന്നുള്ള വലിയ വസ്തുതയാണ് വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്കൊരു വിളക്ക്, ഒരു വെട്ടം, ഒരു മിന്നാമിനിങ്ങിൻ്റെ എത്രയും ആയിരുന്നിരിക്കാം, മതി. അത് വേണ്ട പോലെ ശോഭിക്കുവാൻ കഴിയാതിരുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ വിവിധമായ ബിസിനസ്, എൻ്റെ ജീവിതത്തിൻ്റേതായിട്ടുള്ള വിവിധ ഇടപാടുകൾ, വിവിധമായ എൻ്റെ ജീവിതത്തിൻ്റേതായിട്ടുള്ള ആ കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ട് അതിൽ മുഴുകി ഞാനിരുന്നപ്പോൾ ഒരു പ്രകാശമായി ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാൻ എന്നിൽ കഴിയാതെ പോയ കുറവ് കർത്താവേ ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല വെക്കുന്നത്, പിന്നെയോ അത് തണ്ടിന്മേൽ ആക്കിയിരിക്കണം. നാം ഈ ഭൂമിയിൽ ഒരു തണ്ടിന്മേലുള്ള വിളക്കായി നിൽക്കുവാൻ എത്ര പേർക്ക് നമ്മെ കൊണ്ട് പ്രയോജനമായി, നമ്മെ കൊണ്ട് കർത്താവിനെ കാണുവാൻ കഴിയുന്ന, നമ്മെ കൊണ്ട് ഇരുട്ട് മാറുന്ന, അവരുടെ ഹൃദയത്തിൻ്റെ ഇരുട്ട് നാം മുഖാന്തരം മാറുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദൈവം ഈ ദിവസങ്ങളിൽ അതിന് നമുക്ക് കഴിയട്ടെ, നമുക്കതിന് ഇടയാക്കട്ടെ. മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരായിട്ട്, മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുന്നവരായിട്ട് നാം തന്നെ ആയിത്തീരാം. ഒരു വിളക്കായി നാം ഈ ഭൂമിയിൽ എരിഞ്ഞ് അവസാനിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ, അതിനിടയാകട്ടെ. അതിന് നമുക്ക് ഈ നാളുകളിൽ കൂടുതലായിട്ട് ആഗ്രഹിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകളൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. പിന്നെ രണ്ടാമതൊരു കാര്യം കാണുന്നത്, വിളക്ക് കത്തിച്ചാരും കട്ടിലിൻ്റെ കീഴിൽ വെക്കാറില്ല. ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 8:16 വായിച്ചാലും, 8:16 വായിച്ചേ. അവിടെ നമുക്ക് ആ പ്രയോഗം മതിയല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന് ഓർത്തില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇത് എല്ലാവർക്കും അറിയാവുന്നത് എങ്കിൽ പോലും ഓക്കെ. അപ്പോൾ രണ്ടാമത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, വിളക്ക് കത്തിച്ച് എന്താ ചെയ്യുന്നത്? കട്ടിലിൻ്റെ കീഴിൽ ആരും വെക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് കട്ടിലിൻ്റെ കീഴിൽ വെക്കാതിരിക്കുന്നത്? എന്താ അതിൻ്റെ ആത്മീയ അർത്ഥം? ഏത് ഒരു കാര്യം വായിക്കുമ്പോഴും അവിടെ ഒരു ആത്മീയമായ അർത്ഥം നമുക്ക് അതിനോടുള്ള ബന്ധത്തിലുണ്ട്. കേവലം കട്ടിലിൻ്റെ കീഴിൽ വെക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ചില ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ്, അല്ലേ? എന്താ ഈ കട്ടിൽ കാണിക്കുന്നത്? പല കാര്യങ്ങളും പറയുവാനുണ്ട്, സമയം നമുക്ക് മുന്നോട്ട് പോകും, അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അങ്ങ് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ കട്ടിൽ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ കട്ടിൽ എപ്പോഴും സുഖലോലുപതയുടെ ഒരു അടയാളമാണ് കട്ടിൽ. ഇന്ന് നമുക്കതിനെ അത്രമാത്രം അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. എന്നാൽ പഴയ കാലത്ത്, പണ്ടത്തെ കാലത്ത് ഈ കട്ടിലേൽ കിടക്കുന്നവരൊക്കെ വളരെ കുറവാണ്, അല്ലേ? ഒരു വീട്ടിൽ ചിലപ്പോൾ 1-2 കട്ടിലൊക്കെ കഷ്ടിച്ച് കാണത്തുള്ളൂ. പണ്ടത്തെ കാര്യമാണ്. എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ, എൻ്റെയൊക്കെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടുകൂടെ എല്ലാവർക്കും അത്രയും അങ്ങനെ ആകണം നിർബന്ധമില്ല. എങ്കിൽ പോലും പൊതുവെ അങ്ങനെ ഒക്കെ ആയിരുന്നു, അല്ലേ? പാവിരിച്ച് എല്ലാവരും കൂടുതലും നിലത്താണ് കിടന്നുകൊണ്ടിരുന്നത്, കട്ടിലേൽ കിടക്കുന്ന. അപ്പോൾ അങ്ങനെ ആ ഒരു വിശദീകരണമല്ല ഞാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാലും അത് ഒരു സുഖലോലുപതയുടെ ഒരു അടയാളമായിട്ട് അതിനെ നമുക്ക് ആ നിലയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കട്ടിലിൻ്റെ ഒരനുഭവം, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിയേ, ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനേ നമുക്ക് കഴിയത്തില്ല, അല്ലേ? എല്ലാവർക്കും. അപ്പോൾ പണ്ടത്തേനേക്കാൾ ഒരുപാട് സുഖലോലുപതയിൽ നമ്മളായിട്ട് മനുഷ്യൻ വളർന്നു എന്ന് പറയുമ്പോൾ
അത് സുഖലോലുപതയിലുള്ള വളർച്ചയായി, യഥാർത്ഥത്തിലുള്ള വളർച്ചയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ വളർച്ച ഉണ്ടായപ്പോൾ ഉണ്ടാകിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ വിളക്ക് കട്ടിലിൻ്റെ കീഴിലായിപ്പോയി. നമ്മുടെ സുഖലോലുപതയുടെ അടിയിൽ, അതിൻ്റെ ഉള്ളിലായിപ്പോയി നമ്മുടെ വിളക്ക്. അവിടെയും നമ്മുടെ വിളക്ക് ഉദ്ദേശിക്കുന്ന ഫലം കാണുവാൻ, വെളിച്ചം വേണ്ട പോലെ പ്രകാശിക്കുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സുഖലോലുപത ഇന്നത്തെ തലമുറയോട് നോക്കിക്കഴിഞ്ഞാൽ എന്തുവാണ്? സുഖലോലുപതയിൽ മുഴുകിയാണ് ലോകം ആയിരിക്കുന്നത്. നാമും അത് അറിഞ്ഞോ അറിയാതെയോ നാമും അതിൽ ഒക്കെ ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സുഖലോലുപതയുടെ കാര്യത്തോട് അത് എപ്പോഴും മുന്നോട്ട് പോകുന്നതാണ്, പുറമോട്ട് പോവുകയില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചപ്പോൾ നിങ്ങൾ അത് ഓർക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലേ, പണ്ടൊക്കെ സഭകളിൽ പാള കൊണ്ട് അതിൻ്റെ വിശറിയൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫാനായി, പിന്നെ അത് കഴിഞ്ഞിട്ട് AC ആയി. അല്ലേ, ഇനി ഒരിക്കലും നമുക്ക് വിശറിയിലേക്ക്, കൈ കൊണ്ട് വീശുന്ന വിശറിയിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയത്തില്ല. പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ ശരീരം പോലും അതിനായിട്ട് അങ്ങ് ഡിസൈൻ ആയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അത് തരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് നഷ്ടമാകുന്നത്, നമ്മളത് ഉപയോഗിക്കരുത്. നമ്മുടെ സുഖവും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊന്നും നാം ഉപയോഗിക്കുന്നവരായിട്ട് കേവലം ഇതൊന്നും ഉപയോഗിക്കാതെ പോകണം എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ അതുകൊണ്ട് നമ്മളിലുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് കാണാതിരിക്കാൻ അത് തടസ്സമായി മാറരുത് എന്നുള്ളതാണ് അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്. ഒരിക്കലും നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ഇതൊന്നും കർത്താവ് നമുക്ക് തന്ന വെളിച്ചത്തെ കെടുത്തുന്നതായിട്ട്, ആ വെളിച്ചം മറ്റുള്ളവർക്ക് കാണുവാൻ ഇടയാകാത്ത നിലയിൽ നമ്മുടെ ജീവിതമാകരുത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവം നമുക്കുള്ള സൗകര്യങ്ങൾ, ദൈവം തന്നിട്ടുള്ള ചുറ്റുപാടുകൾ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ജോലി, ദൈവം നമുക്ക് തന്നിട്ടുള്ള വിവിധമായ അനുഭവങ്ങൾ, ദൈവം നമുക്ക് തന്നിട്ടുള്ള മക്കൾ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ബാങ്ക് ബാലൻസ്, നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത്, നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കർത്താവേ, ഇതൊന്നും കർത്താവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് കാണുവാൻ തടസ്സമായി മാറരുത് എന്നുള്ളത് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരിക്കണം. പ്രിയ ശമൽ സാറ് എഴുതിയിരിക്കുന്ന മനോഹരമായൊരു പാട്ടുണ്ട് നമുക്കെല്ലാവർക്കും. നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നിയുടെ ആയുസ്സിൽ ഒന്നും ഉണ്ടാകല്ലേ കർത്താവേ. താനത് എഴുതിയ അനുഭവം, വാഴക്കൃഷി വെച്ചു. താനൊരു സ്കൂൾ മാഷായിരുന്നല്ലോ. അവൾ വാഴ ഇത് വെച്ച് എന്നും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് കൊണ്ടുപോയി അതിന് അല്പമായി വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടാണ് താൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ വളർന്ന് മനോഹരമായിട്ടത്, ഏത്തവാഴയൊക്കെ ഇങ്ങനെ വളർന്ന് അങ്ങനെ അങ്ങോട്ട് ഒരു നല്ല നിലയിൽ അങ്ങോട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ കാറ്റൊക്കെ അടിച്ചിങ്ങനെ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ആടി, അതൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ തൻ്റെ ഹൃദയം ഒന്ന് പിടച്ചു. എത്ര മനോഹരമായിരിക്കുന്നു! ഈ വർഷം എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത വിളവ് കിട്ടുമല്ലോ, എന്തോ ചന്ത വെട്ടിക്കൊണ്ട് കൊണ്ടുപോയി വിറ്റാൽ ആവശ്യത്തിന് അധികവും കാശാകുമല്ലോ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അല്പനിലയിലൊന്ന് ചിന്തിച്ചപ്പോഴാണ്, അയ്യോ കർത്താവേ, അത് എത്രമാത്രം ആ ചിന്ത ദോഷത്തിലേക്ക് നീക്കും എന്നുള്ളത് തൻ്റെ ഹൃദയത്തിൽ ആകുകയും താൻ ഇങ്ങനെ പാടുകയും ചെയ്തു. കർത്താവേ, നിന്നേക്കാൾ സ്നേഹിപ്പാൻ ഈ വാഴയോ അല്ലെങ്കിൽ വാഴക്കുലകളോ ഇത് തരുന്ന സമ്പത്തോ ഇതൊന്നുമല്ല, നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നിയുടെ ആയുസ്സിൽ ഒന്നും ഉണ്ടാകല്ലേ കർത്താവേ എന്ന് താൻ എഴുതുവാൻ കാരണമായി മാറി. നമ്മുടെ ജീവിതത്തിൽ നാം ഏതെങ്കിലും സന്ദർഭത്തിൽ കർത്താവേ, അവിടത്തേക്കാൾ സ്നേഹിപ്പാൻ വേറൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ആ ചിന്ത നമ്മളെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഭരിക്കാറുണ്ട്. വലിയ മീൻപിടുത്തം കിട്ടിയ പത്രോസിനോടുള്ള മത്തിൽ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസിന് വലിയൊരു മീൻപിടുത്തമുണ്ട്. മാടത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിൽ നിന്ന് വല ഇറക്കാൻ പറഞ്ഞു. അവരങ്ങനെ ചെയ്തു. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറാകത്തോളം അവർക്ക് കിട്ടി. അതെല്ലാം കൂടെ കരയിൽ കയറ്റി വെച്ച് കഴിഞ്ഞ് പത്രോസ് പറയുന്നത്, അതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ നിന്നെ അനുഗമിച്ചതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അല്ലേ, ഈ പിടിച്ച മീൻകൂട്ടത്തേക്കാൾ ഈ തന്ന ദാതാവ്, അതിൽ അവൻ ശക്തനാണ്, അതിനേക്കാൾ വലുത് വേറൊന്നുമില്ല എന്നുള്ള ചിന്തയാണ് സകലവും വിട്ട് തന്നെ അനുഗമിക്കുവാൻ പത്രോസിന് കാരണമായി മാറിയതായിട്ട് നമുക്കവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനേക്കാൾ വേറൊന്നും
നമുക്ക് സ്നേഹിപ്പാൻ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പരീക്ഷകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റേതായിട്ടുള്ള അനുഭവം വ്യത്യസ്തമാണ്. ഒരാൾക്കുണ്ടാകുന്നതായിരിക്കില്ല വേറൊരാൾക്കുണ്ടാകുന്നത്. ആനയ്ക്ക് തടിഭാരം, അതുപോലെ ഉറുമ്പിന് അരിഭാരം നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം തരുന്ന വിവിധമായ ശോധനകളും പരീക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ തരണം ചെയ്ത് നാം മുന്നോട്ട് പോകണം. അതിൻ്റെയൊക്കെ മധ്യത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നവരായി നാം മാറണം. ഇയ്യോബിൻ്റെ ജീവിതത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വസ്തുതയാണ്, അല്ലേ? ഇതുകൊണ്ടൊന്നും ഇയ്യോബ് ദൈവത്തെ മറുത്തു പറഞ്ഞില്ല എന്നുള്ളൊരു പ്രയോഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മറക്കുവാൻ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാരണമായി മാറരുത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഓർക്കുന്നത്. കർത്താവിനേക്കാൾ കൂടുതൽ ഒന്നിനെയും സ്നേഹിപ്പാൻ നമുക്കിടയായി തീരാതിരിക്കണം എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അതിൻ്റെ വേറൊരു ഇതിൽ അവിടെ കാണുന്നത് ഇത് വിളക്ക് കത്തിച്ച് ആരും നിലവറയിൽ വെക്കാറില്ല എന്നുള്ളത് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അവിടെ ഉണ്ട്. അത് ആ 2 എവിടെയാണെന്നുള്ളത് ഞാൻ ലൂക്കോസ് സുവിശേഷം ത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഒരു പ്രകാശം നിലവറയ്ക്കുള്ളിൽ വയ്ക്കുവാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താ നിലവറ കാണിക്കുന്നത്? ആത്മീയാർത്ഥം നമുക്ക് എങ്ങനെ അതിനോടുള്ള മത്തിൽ ചിന്തിക്കുവാൻ കഴിയും? പണ്ടത്തെ കാലത്തൊക്കെ ഈ നിലവറകൾ ഉപയോഗിച്ചിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കെങ്കിലും അറിയാമോ? നിലവറകളൊക്കെ ഉപയോഗിച്ചിരുന്നത് വിലപിടിപ്പുള്ള സ്റ്റോർ ചെയ്യുക എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും വിലപിടിപ്പുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുവാനാണ് നിലവറകളൊക്കെ ഉപയോഗിച്ചത്, അല്ലേ? തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറ BA, നിലവറ A, ഇതൊക്കെ തുറക്കുന്നതിന് വേണ്ടിയുള്ള വ്യവഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ എത്രയോ ഇതായിട്ടാണ് കഴിഞ്ഞ നാളുകളൊക്കെ നാം ന്യൂസിൻ്റെ അതിലൊക്കെ കേട്ടതും വായിച്ചതും ഒക്കെ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നോക്കി. അപ്പോൾ അങ്ങനെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ വെക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് നിലവറ എന്നുള്ളത്. അപ്പോൾ ആ വിളക്ക് കത്തിച്ച് ആരും നിലവറയ്ക്കുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെയും പ്രകാശം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുകയില്ല, അല്ലേ? നാം സമ്പത്തിനോടുള്ള ബന്ധത്തിൽ നാം മുമ്പ് അല്പം അത് ഒന്ന് പറഞ്ഞു പോയതാണ്. നമുക്ക് ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന ആ സമ്പത്തും അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങളും ഇതും വീണ്ടും നിലവറയ്ക്കുള്ളിൽ ആയ വിളക്കിനെ പോലെ നമ്മുടെ ജീവിതമാകുവാൻ പാടില്ല. സമ്പാദിക്കരുതെന്ന് ദൈവവചനം പറയുന്നില്ല, എന്നാൽ അല്ലെങ്കിൽ ധനം ദോഷമാണെന്നും ദൈവവചനം പറയുന്നില്ല, അല്ലേ? ദ്രവ്യം ദോഷമാണെന്ന് പറയുന്നില്ല, എന്നാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാണെന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദ്രവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദ്രവ്യം വേണം. നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം കരുതുന്നവരായിട്ടൊക്കെ മാറണം, യാതൊരു സംശയമില്ല. എന്നാൽ അത് തമ്മിൽ വ്യത്യാസമാണ് ദ്രവ്യാഗ്രഹമെന്ന് പറയുന്നത്. അത് നിങ്ങൾക്കാർക്കും പലർക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതിൻ്റെ ഗൗരവം എന്താണെന്ന്. ദ്രവ്യാഗ്രഹം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടായിരിക്കും അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കാതിരിക്കുന്നത്. എന്നാൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ദ്രവ്യാഗ്രഹം, പൈസ വേണേ, പൈസ ഉണ്ടാക്കണേ, അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണിന് പലരുടെയും. ഞാൻ ഒരാളെക്കുറിച്ച് ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിന് വെച്ച് 1ാമത്തെ സമ്പന്നൻ, നമ്മുടെ അംബാനി 8ാമത്തെയാണ് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എവിടെയോ കേട്ടത്. ലോകത്തിലെ 8ാമത്തെ സമ്പന്നൻ. അപ്പോൾ ലോകത്തിൽ 1ാമത്തവനുണ്ട്, അല്ലേ? അപ്പോൾ ലോകത്തിലെ 1ാമത്തെ സമ്പന്നനോട് പണ്ട്, ഇപ്പോഴത്തെ കാര്യമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് പത്രലേഖകർ ചോദിച്ചു. അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ ചോദിച്ചു, അവസാനത്തെ ഒരാഗ്രഹം, ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹമുണ്ടല്ലോ, ഏറ്റവും അവസാനം ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഒരല്പം കൂടെ പൈസ ഉണ്ടാക്കണം, ഇച്ചിരി കൂടെ പൈസ ഉണ്ടാക്കണം, അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം, അല്ലേ? എന്നോർത്ത് നോക്കി, തൃപ്തിയുണ്ടോ ഈ സാധനത്തിന്? ഉള്ളതുകൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കുവാൻ കഴിയണം. അതൊരു വലിയ അനുഭവമാണ്. തൃപ്തിയുടെ അനുഭവം എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ്. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കും. ഒത്തിരി ഉണ്ടായിട്ട് തൃപ്തിയാകാം, ഒരിക്കലും തൃപ്തിയാകുകയില്ല. ഉള്ളതിൽ തൃപ്തിയാകണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അന്നന്നേക്കുള്ള ആഹാരത്തിനായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്.
കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ കാര്യം അതാണ്. സമ്പത്തല്ല ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. അനേകർ ചിന്തിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ പൈസ ഇല്ലേ പിന്നെ എന്തിനുള്ള, എന്താടാ പൈസ ഇല്ല, പൈസയാ എല്ലാം അല്ലേ? അങ്ങനല്ല. അത് നാം ഓർക്കേണ്ടുന്ന കാര്യമാണ്. പൈസ വേണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ അതല്ല എല്ലാം, അതല്ല വലുത്, അതല്ല ഏറ്റവും വലുത്. നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് നാം കണ്ടതാ അല്ലേ? അത് വലിയ വലുതാണോ? കെട്ടുകണക്കിനെ കത്തിച്ച് കളഞ്ഞ ആളുകളെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട്? അപ്പോൾ നമുക്കുള്ളത് അതൊക്കെ ഉണ്ട്, ഒരു സൈഡിൽ കൂടെ അതൊക്കെ കിടക്കട്ടെ, വരട്ടെ, ഓക്കെ. എന്നാൽ നമ്മുടെ ജീവിതത്തോളം നാം ഓർക്കണം, അത് വളരെ ഗൗരവമായിട്ട് നാം ചിന്തിക്കുകയും പഠിപ്പിക്കുകയും നമ്മുടെ തലമുറകൾക്ക് നാം പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. സമ്പത്തല്ല ജീവിതത്തിലെ എല്ലാം എന്നുള്ളത് നാം ഓർക്കണം. വിളക്ക് കത്തിച്ച് നിലവറയിൽ വയ്ക്കാറില്ല. നമ്മുടെ സമ്പാദ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ ദ്രവ്യവും ഇതൊന്നും കർത്താവിനെ മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കുവാൻ, കാണിക്കുവാൻ തടസ്സമായി നിൽക്കരുത്. ഈ ലോകത്തിൽ നാം ഒരു വെളിച്ചമായി ശോഭിക്കുവാൻ ഇതൊന്നും തടസ്സമായി നിൽക്കരുതെന്നുള്ളത് നാം ഓർക്കേണ്ടുന്ന കാര്യമാണ്. പൈസ ഉണ്ടാക്കാൻ പല മാർഗ്ഗങ്ങളും നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്ന കാര്യമാണ്. പലതും ചെയ്യാൻ പറ്റും, ലീഗലായിട്ട് തന്നെ എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യാൻ നാം ഒരുമ്പെടുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ കാര്യം ഞാൻ ഓർക്കും. കർത്താവേ, അതെത്രമാത്രം ആത്മീയ ശുശ്രൂഷയ്ക്ക് എനിക്ക് തടസ്സമായി നിൽക്കും എന്നുള്ളത്. പല സന്ദർഭത്തിലും എനിക്ക് പാർട്ട് ടൈമിനുള്ള പല പണ്ടത്തെ കാര്യം, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല. അന്ന് സാമ്പത്തികമായിട്ട് നന്നായിട്ട് ഞെരുങ്ങി വലിയ ബുദ്ധിമുട്ടിൽ കൂടി കഴിഞ്ഞു പോയിട്ടുള്ള കാലഘട്ടമായിരുന്നു. എങ്കിലും ആത്മീയ ശുശ്രൂഷയ്ക്ക് തടസ്സമായി യോഗത്തിന് എല്ലാ ആഴ്ചയിലും യോഗത്തിന് പോകാനുള്ള, ഒരു യോഗത്തിന് പോലും മുടക്കാനുള്ള ഒരു കാര്യത്തിലും ഏർപ്പെടുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ വലിയ സമ്പത്തൊന്നും സമ്പാദിച്ചില്ലെങ്കിലും ദൈവം നടത്തി, അതിശയകരമായിട്ട് ദൈവം നടത്തി. പക്ഷേ അതിൻ്റെ പുറകെ ഞാൻ പോയില്ല, അതെൻ്റെ പുറകെ വന്നിട്ടുള്ളതേ ഉള്ളൂ. എനിക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകാതിരിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കണം. അതിന് കഴിഞ്ഞ ശേഷം പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമാണ്, പാത്രത്തിൻ്റെ കീഴിൽ അല്ല വയ്ക്കുന്നത്. അല്ലേ? നിങ്ങൾ വിളക്ക് കത്തിച്ച് എവിടെ വെക്കാറില്ല? പാത്രത്തിന് കീഴിൽ വയ്ക്കാറില്ല. അല്ലേ? എന്താ ഈ പാത്രത്തിൻ്റെ കീഴിൽ വയ്ക്കുക എന്നുള്ളത്? പാത്രം നമുക്കറിയാം. പാത്രം എന്ന് പറയുമ്പോൾ തന്നെ അടുക്കളയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ഭൗമികമായ നമ്മുടെ ജീവനകാര്യം, അങ്ങനെ നമ്മളതിനെ ആ അർത്ഥം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ജീവനകാര്യത്തോടുള്ള ബന്ധത്തിൽ, കഴിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ ജീവിതം നിലനിർത്താൻ കഴിക്കരുതെന്നുള്ളതോ, അല്ലെങ്കിൽ പിന്നെ നല്ല രുചിയുള്ള കൂട്ടാൻ ഉണ്ടാക്കരുതെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം വേണ്ട, കിച്ചൺ വേണ്ട, അതൊന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലല്ലോ, നമുക്കറിയാം. എന്നാൽ അതിൽ മുഴുകി അങ്ങനെ പോകുന്ന ഒരനുഭവം നമുക്ക് അതും ഉണ്ടാകാൻ പാടില്ല. സഹോദരിമാരുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാനിപ്പോഴും എൻ്റെ ഭാര്യയോട് പറയുന്നൊരു കാര്യമാണ് പല സന്ദർഭങ്ങളിൽ. ഇതിൽ മുഴുകി, ഇതിൽ ആ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയായിപ്പോൾ എല്ലാം ക്ലീനായി കിടക്കണം. അതില്ലെങ്കിൽ ഞാൻ വെളിയിൽ പോകത്തില്ല. എല്ലാം ഇതായിട്ട് ഇങ്ങനെ അടുക്കി പറക്കി ഒതുക്കി ഭംഗിയായിട്ടെല്ലാം വെക്കണം. കിച്ചണൊക്കെ വളരെ ക്ലീനായിട്ട്, അതുകൊണ്ട് അതെല്ലാം വൃത്തികേടായി കിടക്കണം എന്നുള്ളതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരുപാട് പ്രാധാന്യമാണ്. എന്നാൽ ആത്മീയ വിഷയത്തിൽ എത്രമാത്രം നമുക്ക് പ്രാധാന്യം കൊടുക്കുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാർത്തയും മറിയയെക്കുറിച്ച് നമ്മൾ ഞാനതിന് മുമ്പും അത് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഓർക്കുക. മാർത്ത എന്ത് ചെയ്തു? മാർത്ത എവിടെ കിടന്ന് അവിടെ പറയുന്ന കാര്യം, അവൾ കുഴങ്ങിയെന്നാണ് പറഞ്ഞല്ലേ. അവൾ അധ്വാനിച്ചങ്ങ് കുഴങ്ങി. 3 കറി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, പക്ഷെ അവൾ 16 കൂട്ടം കറി ഉണ്ടാക്കാൻ ശ്രമിച്ചു അല്ലേ. അതുകൊണ്ടല്ലേ അവൾ കുഴങ്ങിയത്. അല്ലായിരുന്നു അവൾക്കും അവളുടെ കറി 2-3 കറി ഉണ്ടാക്കിയിട്ട് കർത്താവിൻ്റെ പാദത്തിലിരുന്ന് ദൈവദിനം പഠിക്കാമായിരുന്നു. പക്ഷേ അവൾ അതിന് ശ്രമിക്കാതെ കർത്താവിനെ അതിൽ തന്നെ അങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും അതൊരു വലിയ ദോഷം നമ്മളുണ്ടാകുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പഠിക്കുവാനും ദൈവസന്നിധിയിൽ സമയം ചെലവഴിപ്പാനും അവൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കുറവെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഓർക്കേണ്ടുന്നത്. അല്ലാതെ മാർത്ത ഭയങ്കര തെറ്റുകാരിയായിരുന്നു, മോശക്കാരിയായിരുന്നു എന്നുള്ളതല്ല അവിടുത്തെ
ഉദ്ദേശമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവളിങ്ങനെ കടന്ന് കുഴങ്ങി അധ്വാനിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പല സന്ദർഭത്തിലും ഇത് ശരിയല്ലേ? കർത്താവിന് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പ്രവർത്തിക്കുക. ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിനെങ്കിലും പ്രാപിപ്പാൻ നമുക്ക് ആർക്കും സമയമില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നൊരു കാര്യം, എത്രയോ സന്ദർഭത്തിൽ ദൈവവചനം ഈ ജോലിയൊക്കെ വളരെ ഇച്ചിരി കുറവായതുകൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ കൂടുതൽ സമയം ഇരിക്കാനുള്ള അവസരം ദൈവം എനിക്കിത് ആളുകൾ തരുന്നുണ്ട്. അതൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, അതൊന്ന് ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചാൽ, അതൊന്ന് അറിയണമെന്നുള്ള ആഗ്രഹം ശ്രമിച്ചാൽ, ചില വിഷയങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹിച്ച് പല വാതിൽ കൂടി അല്ലെങ്കിൽ മെസ്സേജുകൾ കേൾക്കാനും അല്ലെങ്കിൽ അതിനോടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കുവാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചില വിഷയങ്ങളൊന്നും എത്ര ശ്രമിച്ചാലും അത് ഉള്ളിലോട്ട് കയറത്തില്ല. ഈ ദിവസങ്ങളിൽ എൻ്റെ അനുഭവം ഞാൻ പറയുക, അതൊന്ന് കയറണമെങ്കിൽ, അതൊന്ന് ഉൾക്കൊള്ളണമെങ്കിൽ, അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ, അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നത് പറയാൻ ഞാൻ ശ്രമിക്കണമെങ്കിൽ എനിക്ക് കിട്ടത്തില്ല. എത്ര ശ്രമിച്ചാലും ദിവസങ്ങൾ അതിന് മുമ്പിലിരുന്നാലും ലഭിക്കുന്ന കാര്യമില്ല. ദൈവവചനത്തിൻ്റെ ആഴം, അത് ഗ്രഹിക്കുവാനുള്ള, അത് നാം പഠിക്കുവാൻ നാം ശ്രമിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാതിരിക്കുന്നത്. വലിയ ആഴമായ ദൈവിക സത്യങ്ങൾ അടങ്ങിയതാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൻ്റെ മുത്തുകളെയൊക്കെ പറക്കണം. അതിന് തടസ്സമായി നമ്മുടെ ഭൗമികമായ കാര്യങ്ങൾ, നമ്മുടെ അടുക്കള, നമ്മുടെ ജീവിത വിഷയങ്ങൾ, അതിനെയൊക്കെ തടസ്സമായി നിൽക്കുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തായിരിക്കണമെന്നുള്ളതാണ് നാം വായിക്കുന്നത്. നാം പാത്രത്തിൻ്റെ കീഴിൽ വിളക്ക് കത്തിച്ച് വെക്കാൻ പാടില്ല. നമ്മുടെ വിളക്ക് എപ്പോഴും തണ്ടിന്മേലായിരിക്കണം. അത് അനേകർക്ക് പ്രകാശമായി മാറുവാൻ ഇടയായിത്തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതം അങ്ങനെയാകട്ടെ. നമ്മുടെ നാളുകളെ എണ്ണി നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ നല്ല പ്രവൃത്തികൾ അതാണ് വിളക്കായിട്ട് ശോഭിക്കുന്നതും മറ്റുള്ളവർ കാണുന്നതും. അതുകൊണ്ട് നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നാം വിലപിക്കുകയല്ല. പിന്നെയോ നമുക്ക് ലഭിച്ച അവസരങ്ങൾ വേണ്ട പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇനിയും നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. ടൺ കണക്കിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഇനിയും തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റികളൊക്കെ നാം വേണ്ട പോലെ ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. ഓരോ ദിവസവും നമ്മുടെ നാളുകളെ എണ്ണി നമുക്ക് ജീവിക്കാം. മോശ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായിരിക്കണം. കർത്താവേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ഉപദേശിപ്പിക്കണമേ എന്ന് മോശ പറഞ്ഞത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകട്ടെ. ഈ നാളുകളിൽ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ചിന്തകൾ അതിന് ഉതകട്ടെ. വരുന്ന ദിവസങ്ങളിൽ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധിവരെയെങ്കിലും പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെ ഇടവരുത്തണം. ലോകത്തിൻ്റെ വെളിച്ചമായി, ലോകത്തിന് ഈ ഭൂമിയുടെ ഉപ്പായി നമുക്ക് വർദ്ധിക്കുവാൻ ദൈവം ഇടവരുത്തണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.